നമസ്കാരം ഫ്രണ്ട്സുകളുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. പുതിയൊരു ടോപ്പിക് തുടങ്ങാണ്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ഇത് നിങ്ങൾ സിലബസ് നോക്കി ഇതുപോലെ തന്നെ കിടപ്പുണ്ടല്ലേ. ഈ പൊതു അറിവ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം ചോദിക്കും, മനുഷ്യ ശരീരത്തിനകത്തുള്ളത് എന്തും വേണം ചോദിക്കാൻ ചോദിച്ചാൽ എന്തുമല്ല, SCRT പാഠഭാഗങ്ങൾ ശരിക്കും പഠിച്ചാൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ SCRT പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് 6 നമ്മൾ പഠിക്കുന്നുണ്ട്, കോശങ്ങൾ പഠിക്കുന്നുണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് 10-ലും 9-ലും പഠിക്കുന്നത്. 10-ലാണ് പ്രധാനമായിട്ടുള്ളത്. 10-ന് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നാഡീകോശം, അതുപോലെ തന്നെ മസ്തിഷ്കത്തെ പറ്റി പഠിക്കുന്നു. രണ്ടാമത്തെ പാഠത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി പഠിക്കുന്നു, പിന്നെ ഗ്രന്ഥികൾ, അങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ബേസിക് കാര്യം എന്താണ്, ഒരു ജീവികളെ സംബന്ധിച്ച് ജീവികളെ സംബന്ധിച്ച് അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവികളുടെ ഘടനാപരമായിട്ടും അല്ലെങ്കിൽ ജീവധർമ്മപരമായിട്ടും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ്, അല്ലെങ്കിൽ സെൽസ് ആണ്. എന്നാൽ കുറച്ച് സെൽസ് അല്ലെങ്കിൽ സമാന കോശങ്ങളെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്താൽ എന്ത് വിളിക്കാം, നമുക്ക് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് വിളിക്കാം, അല്ലേ, ടിഷ്യൂസ് വിളിക്കാം. ഈ ടിഷ്യൂസ്, ഒരു കളക്ഷൻ ഓഫ് ടിഷ്യൂസിനെ എന്ത് പറയാം, ഈ ടിഷ്യൂസ് എല്ലാം കൂടെ പർട്ടിക്കുലർ ഫംഗ്ഷൻ, ശരീരത്തിന് വേണ്ട ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ കിഡ്നി, അല്ലെങ്കിൽ ഒരു ഐ, അല്ലെങ്കിൽ കണ്ണ്, അല്ലെങ്കിൽ ചെവി, അല്ലെങ്കിൽ തോക്ക്, സ്കിൻ, ഇതെല്ലാം കളക്ഷൻ ഓഫ് ടിഷ്യൂസ് ആണല്ലേ. പക്ഷെ നമ്മൾ അതിന് കളക്ഷൻ ഓഫ് ടിഷ്യൂസ് എന്നാണ് പറയുന്നത്, അല്ല, എന്താ പറയുന്നത്, ഓർഗൻ അല്ലെങ്കിൽ അവയവം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ കോശമുണ്ട്, കലകൾ, അവയവം, ഇതാണ് അതിൻ്റെ ഒരു വർഗീകരണം വരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അവയവങ്ങൾ ചില പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. പ്രധാനമായിട്ട് 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും LDC നോക്കുന്നൊരു ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 എടുക്കുവാണ്, ജീവശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ബയോളജി സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 2 ആണ്, അറിവിൻ്റെ വാതായനങ്ങൾ. അതിനകത്താണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി പഠിക്കുന്നത്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് കണ്ണ് പഠിക്കാം. കണ്ണ് വിശദമായിട്ട് സ്ലൈഡ് മുഖേന നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. കോശത്തെ പറ്റിയാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടത്. കോശം കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ഹുക്ക് ആണല്ലേ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതാരാണ്? MJ സ്ലീഡനാണ്. ഇവിടെ സസ്യകോശം, ജന്തുകോശം തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങളറിയാലോ കോശത്തിൻ്റെ: മർമ്മം, ഹരിതകം, അതുപോലെ തന്നെ കോശദ്രവ്യമുണ്ട്, അതായത് സൈറ്റോപ്ലാസ്മിയം, പിന്നെ കോശഭിത്തി, സെൽവോളുണ്ട്, പിന്നെ വാക്യൂളുണ്ട്, അത് ഫേനം എന്നാണ് പറയുന്നത്, പിന്നെ കോശസ്തരമാണ്, സെൽ മെംബ്രെയിനുണ്ട്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? തിയോഡർ ഷ്വാൻ ആണ്. തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എന്ന് ചോദിച്ചാൽ MJ സ്ലീഡനും നമ്മളിപ്പോൾ പറഞ്ഞ തിയോഡർ ഷ്വാനും ആണ് എഴുതേണ്ടത്. അതുപോലെ കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ. അതുപോലെ കോശ മർമ്മം, അതായത് ന്യൂക്ലിയസ്, അല്ലേ, കോശത്തിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശ മർമ്മം കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ബ്രൗൺ 1831. കോശത്തെ വീണ്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കോശാംഗങ്ങൾ എന്നൊരു വാക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ സെൽ ഓർഗനൽസ്. അതായത് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളുണ്ട്, അവയാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അവ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ട് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്താണ്? കോശത്തിലെ പവർ ഹൗസ് അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറിയാണ് മൈറ്റോകോൺട്രിയ. കോശത്തിലെ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗം എന്ന് ചോദിച്ചാലും എന്തെഴുതണം? മൈറ്റോകോൺട്രിയ എഴുതണം. പിന്നെ മറ്റൊരു കാര്യമാണ് ലൈസോസോം. ലൈസോസോം എന്താണെന്ന് ചോദിച്ചാൽ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ നശിപ്പിക്കാൻ വേണ്ടി ദഹനരസങ്ങളുണ്ട്, അവയാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഇവയെ ഒരു നിക്നെയിം വെച്ച് നമ്മൾ വിളിക്കാറുണ്ട്, ആത്മഹത്യാ സഞ്ചികൾ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ്, അല്ലെങ്കിൽ ഡിമോളിഷൻ സ്ക്വാഡ് എന്നൊക്കെ ഇവയെ വിളിക്കാറുണ്ട്. അപ്പോൾ ഓർക്കുക, ലൈസോസം എന്താണ്? അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദഹന രസങ്ങളാണ്. ഊർജ്ജം സംഭരിക്കുന്ന ആരാണ് നമ്മൾ പഠിച്ചു? മൈറ്റോകോൺട്രിയ ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മൈറ്റോകോൺട്രിയ ഊർജ്ജം സംഭരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? ATP തന്മാത്രകളായിട്ടാണ്, ATP മോളിക്യൂൾസ് ആയിട്ടാണ്. അടുത്ത ഗോൾഗി ബോഡീസ്, അതെന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സുകൾ എന്തെന്ന് ചോദിച്ചാൽ രാസാഗ്നികൾ, അതുപോലെ ഹോർമോണുകൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്ഥല സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ്. കോശത്തിലെ ട്രാഫിക് പോലീസുകാർ ആരാണെന്ന് ചോദിച്ചാലും എന്തെഴുതണം? ഗോൾഗി ബോഡീസ് എന്ന് എഴുതണം.
പിന്നെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ തന്നെ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പാത്വേ അല്ലെങ്കിൽ ഒരു വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു പാത ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ് കോശാസ്ഥികൂടം എന്നൊരു ചോദ്യമുണ്ട് PSCയുടെ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക എന്നാണ് എഴുതേണ്ടത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കോശം ജസ്റ്റ് ഒന്ന് റിവേഷൻ ചെയ്തു. കോശത്തെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, അത് പോയി നിങ്ങളെല്ലാവരും റെഫർ ചെയ്യേണ്ടതാണ്. നമുക്കിനി ഇന്നത്തെ ആദ്യത്തെ അവയവം പഠിക്കാം, കണ്ണ്. ചിത്രത്തിൽ കാണുന്നതാണ് കണ്ണിൻ്റെ ഘടന. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുപരിചയമുണ്ട് അല്ലേ. കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ് ഇവയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കണ്ണ്. പ്രധാനപ്പെട്ട ഏത് ഇന്ദ്രിയം ചോദിച്ചാലും ഉത്തരം നമുക്ക് കണ്ണ് എന്ന് എഴുതാം. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ നേത്രകോടാരത്തിലാണ്. എവിടെയാണ്? തലയോട്ടിയിലെ നേത്രകോടാരത്തിലാണ്. കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. കണ്ണിലെ പാളികൾ 3 എണ്ണമാണ്: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലമാണ് ഏറ്റവും പുറത്തുള്ളത്, അതിനെ സ്ക്ലീറ എന്ന് പറയും. പിന്നെ അടുത്ത ഒരു പാളിയാണ് രക്തപടലം, അതിനെ കോറോയിഡ് എന്ന് പറയും. മൂന്നാമത്തെ ഉള്ളിലുള്ള ഒരു പ്രതലമാണ് റെറ്റിന, അതിനെ ദൃഷ്ടിപടലം എന്ന് പറയും. അപ്പോൾ സ്ക്ലീറ, കോറോയിഡ്, റെറ്റിന, SCR എന്ന് ഓർത്തിരിക്കാൻ കോഡ്. സ്ക്ലീറ ആണ് ഏറ്റവും പുറത്ത്, പിന്നെയുള്ളത് കോറോയിഡ്, പിന്നെ ഏറ്റവും ഉള്ളിലുള്ളതാണ് റെറ്റിന. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ണിലെ പാളികളുടെ ആദ്യത്തെ ഭാഗം നോക്കാം. ദൃഢപടലം, സ്ക്ലീറ, കണ്ണിന് ദൃഢത നൽകുന്നു. വെളുത്ത നിറമുള്ള ബാഹ്യപാളി, യോജക കലയാൽ നിർമ്മിതം. അതിനകത്തെ സബ് പാർട്സ് നമുക്ക് നോക്കാം. കോർണിയയും കൺജക്റ്റിവയുമാണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങൾ എടുത്ത് പഠിക്കാം. ആദ്യമായിട്ട് കോർണിയ. ആരോ ശ്രദ്ധിക്കുക, കോർണിയ നമുക്ക് ഏറ്റവും പുറത്തുള്ള ഒരു പടലം. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് മെയിൻ ദൗത്യം. കൺജക്റ്റിവായ എന്താന്ന് ചോദിച്ചാൽ, ദൃഢപടലത്തിന് മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റിവ. ആ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് കൺജക്റ്റിവ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അടുത്ത ഭാഗം ഏതാണ്? രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ്. കോറോയിഡ് എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് അല്ലേ രണ്ടാമത്തെ. അതിൻ്റെ കളർ നമ്മൾ ഒരു ഡിനോട്ട് ചെയ്തേക്കുന്നത് കണ്ടോ, റെഡ് കളറാണല്ലോ ഡിനോട്ട് ചെയ്തേക്കുന്നത് രക്തപടലം എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാമത്തെ ഭാഗമാണ് രക്തപടലം. ഇതിനകത്ത് ഐറിസും പ്യൂപ്പിളും ഉണ്ട്. A എന്ന് കാണിച്ചിട്ടുണ്ട് ഐറിസിനെ. ശ്രദ്ധിക്കുക, ഐറിസ് എന്താണെന്ന് നോക്കുക. ഐറിസ് A എന്ന് പറഞ്ഞ പൊസിഷനുണ്ട്. കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. അതുപോലെ മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. അടുത്ത ഭാഗമാണ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട് B എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് B. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്. പ്രകാശ തീവ്രതയനുസരിച്ച് ഇതിൻ്റെ വലുപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന കൃഷ്ണമണി രണ്ടായിട്ട് വേണമെങ്കിൽ തിരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കൃഷ്ണമണിക്കകത്ത് അല്ല ബ്ലാക്ക് സ്പോട്ട് ഉണ്ടല്ലോ, അതിനെ ഐറിസിനും പ്യൂപ്പിളിനും തിരിച്ചിട്ടുണ്ട്. ഐറിസ് ആണ് പുറമേ ഉള്ളത്. സൂക്ഷ്മമൊക്കെ വീണ്ടും ഒരു വട്ടം കാണാമല്ലോ, അതാണ് പ്യൂപ്പിൾ. അത് നമുക്ക് അനങ്ങുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അതിൻ്റെ വലുപ്പം കൂടുകയും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ പാളി ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ഏറ്റവും ഉള്ളിലുള്ള റെറ്റിന എന്ന് നമ്മൾ വിളിക്കുന്ന പാളി. നമ്മുടെ ഒരു ഇമേജ്, നമ്മൾ കാണുന്ന ഇമേജ് റെറ്റിനയിലാണ് പതിക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പീതബിന്ദുവെന്നും അന്തബിന്ദുവെന്നും തിരിച്ചിട്ടുണ്ട്. ലെറ്റർ C നോക്കിക്കേ. ലെറ്റർ C പീതബിന്ദു ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യെല്ലോ സ്പോട്ടാണ് ലെറ്റർ C നോക്കുക. അപ്പോൾ ഫിഗറിൽ ലെറ്റർ C ആ പൊസിഷൻ കണ്ടല്ലോ, ആ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്പോട്ട് പറയുന്നുണ്ട്. അതാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. ഈ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ആയിട്ടാണ് നമ്മൾ കാണുന്ന വസ്തുക്കൾ ആ റെറ്റിനയിൽ പതിക്കുന്നത്. അത് പിന്നെ ബ്രെയിനാണ് അതിനെ തിരിച്ച് നമുക്ക് കാണുന്ന രീതി തന്നെ നമുക്ക് സെൻസായിട്ട് തരുന്നത്. അപ്പോൾ ഓർക്കുക, പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ യെല്ലോ സ്പോട്ട് എന്ന് എഴുതണം.
ഇതിന് നേർ വിപരീതമാണ് അന്തബിന്ദു. അത് ഡി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്ന അന്തബിന്ദു. അന്തബിന്ദുവിൽ റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രകാശഗ്രാഹികളില്ല. അതുകൊണ്ട് നമുക്ക് കാഴ്ചശക്തി ഒട്ടുമില്ല. ആ ഒരു ഭാഗത്ത് ഇമേജ് വീണ് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലെൻസ്. ലെൻസ് ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സുതാര്യവും ഇലാസ്തികതയുമുള്ള കോൺവെക്സ് ലെൻസാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തുള്ളത്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സിലിയേറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു. എന്താണ് സ്നായുക്കൾ? ആ ഒരു സ്ട്രിങ്സ് പോലെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് സ്നായുക്കൾ. അത് ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികളുടെ പേരാണ് സിലിയേറി പേശികൾ. ഓർക്കുക, ലെൻസിൻ്റെ പടം വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് സിലിയേറി പേശികൾ എന്താണെന്ന് നോക്കാം. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയുള്ള പേശികളാണ് സിലിയേറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. വക്രത എന്ന ഈ പദത്തിൻ്റെ ഇംഗ്ലീഷ് കർവേച്ചർ എന്നാണ്. ലെൻസിൻ്റെ കർവേച്ചർ എങ്ങനെയാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിനെ ദൂരെയുള്ള വസ്തുവിനെ കാണുമ്പോൾ അത് കുറയുകയും അതുപോലെ അടുത്തുള്ള വസ്തു കാണുമ്പോൾ ഈ കർവേച്ചർ കൂടുകയും ചെയ്യും. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഓർക്കുക, സിലിയേറി പേശികൾ ആണ് ഇവയ്ക്ക് സഹായിക്കുന്നത്. ഇനി മറ്റൊരു ഭാഗമാണ് നേത്രനാഡി. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നേത്രനാഡി. നമുക്ക് ഈ കാണുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സിനെ അത് കറക്റ്റായിട്ട് ഇമേജ് പൾസായിട്ട് തലച്ചോറിലെത്തിച്ചാൽ നമുക്ക് അല്ലേ ആ കാഴ്ച എന്നുള്ളൊരു സെൻസ് വർക്കാകത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പ്രകാശഗ്രാഹി കോശങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് പഠിക്കുമ്പോൾ റെറ്റിന, ലെൻസ്, ഐറിസ്, കോർണിയ ഇങ്ങനെയൊക്കെ പല ടേംസ് പഠിക്കാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ കണ്ടു പലരും ഇത് കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കുക. ചിത്രം വീണ്ടും 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 നോക്കി നോക്കി പഠിക്കുക. സിലിയേറി എന്ന് പറഞ്ഞാൽ സിലിയേറി പേശികളാണെന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത സ്ലൈഡ് വന്നു. ഇതാണ് കണ്ണിലെ ദ്രവങ്ങൾ. പ്രധാനപ്പെട്ട 2 ദ്രവങ്ങളുണ്ട്. ആ പിങ്ക് കളർ കാണിച്ചിട്ടുമുണ്ട്, അതുപോലെ നീല കളർ കാണിച്ചിട്ടുമുണ്ട്. പിങ്ക് കളർ കാണിച്ചിരിക്കുന്ന അക്വസ് ദ്രവം എന്ന് പറയും. നീല കളർ കാണിച്ചിരിക്കുന്നതാണ് വിട്രിയസ് ദ്രവം. അപ്പോൾ അക്വസ് ദ്രവം ഏതിൻ്റെ ഇടയ്ക്കാണ്? അതെ, കോർണിയയ്ക്കും നമ്മൾ പറഞ്ഞ ലെൻസിൻ്റെയും ഇടയിലാണ്. കോർണിയ എന്താണെന്ന് മനസ്സിലായല്ലോ, ഏറ്റവും പുറം തള്ളി ഒരു കെയർ ഷേപ്പിലിരിക്കുന്ന പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഭാഗം. ലെൻസ് അറിയാം, ആ ഒരു ജസ്റ്റ് ഒരു ക്യാപ്സൂൾ പോലിരിക്കുന്നതാണ് ലെൻസ്. ഇവ തമ്മിലുള്ളതാണ് ആ പിങ്ക് കളറിലുള്ള അക്വസ് ദ്രവം. അക്വസ് ഹ്യൂമർ എന്നാണ് പറയുന്നത്. വിട്രിയസ് ദ്രവം എന്താണ്? ലെൻസിൻ്റെയും നമ്മൾ പഠിച്ച റെറ്റിന, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന റെഡിനയ്ക്ക് ഇടയ്ക്കുള്ള വലിയ ഒരു അറയുണ്ട്, വിട്രിയസ് അറ എന്ന് പറയും. അതിനകത്തുള്ള ഒരു ദ്രവമാണ് വിട്രിയസ് ദ്രവം. അപ്പോൾ അക്വസ് ദ്രവത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇത് രക്തത്തിൽ രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അപ്പോൾ കണ്ണിലെ കലകൾക്ക്, ടിഷ്യൂസിന് ഓക്സിജനും പോഷണം നൽകുന്ന ദ്രവം ഏത് എന്ന് ചോദിച്ചാൽ അക്വസ് ദ്രവം. ഇനി വിട്രിയസ് ദ്രവം എന്താണെന്ന് നോക്കാം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണെന്ന് പറഞ്ഞു. വിട്രിയസ് അറയ്ക്കകത്താണെന്ന് പറഞ്ഞു. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് എന്ത്? വിട്രിയസ് ദ്രവം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, ഏറ്റവും വലിയ ഒരു അറ പോലാണ് വിട്രിയസ് അറ. ഓർക്കുക, കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏത്? വിട്രിയസ് ദ്രവമാണ്. നീല മഷി കൊണ്ടാണ് ഇപ്പോൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഫിഗറിനകത്ത്. ഇപ്പോഴൊക്കെ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഏകദേശം കുറഞ്ഞു കാണും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കണ്ണും പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതുപോലെ കണ്ണിലെ ദ്രവങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യം കുറച്ച് കോശത്തിൻ്റെ ഭാഗങ്ങളും പഠിച്ചിരുന്നു, റിവിഷൻ പോലെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ വായിച്ച് നോക്കുക. വീഡിയോയുടെ സ്ലൈഡ്സ് മാക്സിമം ഉപയോഗിക്കുക. കാരണം സ്ലൈഡ് മുഖേന ആ ചിത്രങ്ങൾ മനസ്സിൽ പതിയത്തക്ക രീതിയിൽ വീണ്ടും വീണ്ടും കാണുക. ആ രീതിയിൽ തന്നെ ഇത് പഠിക്കുക. കാണാപ്പാടം പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടുത്ത ഭാഗമുണ്ട്, നമുക്ക് ഇതിൻ്റെ കണ്ണിൻ്റെ ഭാഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ പ്രധാനപ്പെട്ട സ്ലൈഡ്സൊക്കെ വരുന്നുണ്ട്. കണ്ണ് എന്നൊരു ഭാഗം തീർന്നിട്ടില്ല, ബാക്കി ഭാഗം നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. അപ്പോൾ തൽക്കാലത്തേന് നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. Till then, take care and bye. Thank you.